ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സ്ഥാപനം 2008 ആരംഭിക്കുന്നത്. ഇതിന് പ്രത്യേക പശ്ചാത്തലം ഉണ്ട്. 2006 മുതൽ ഇപ്രകാരം ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഒരു കാലയളവിലാണ് കർദിനാൾ ബെസിലിയോസ് ക്ലീമിയസ് കാതോലിക്ക ബാവ ഒരു ദിവസം പട്ടം കത്തീഡ്രലിൽ നിന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ച് പിതാവിൻ്റെ അരമനയിൽ പോകുമ്പോൾ വഴിമധ്യേ റോഡരികിൽ മാനസിക രോഗിയായ ഒരു വൃദ്ധൻ ആവേശത്തിന് സംരക്ഷണമൊന്നുമില്ലാതെ വസ്ത്രമൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ടു. പിറ്റേ ദിവസം തിരുമേനി എന്നോട് ഈ കാര്യം അറിയിച്ചു. തിരുമേനി പറഞ്ഞത്, തലേ രാത്രിയിൽ ബാബാ തിരുമേനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ അൾത്താരയ്ക്കും എൻ്റെ കിടക്കയ്ക്കും ഇടയിൽ ഇപ്രകാരമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള അവസ്ഥ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇത് പറയുമ്പോൾ ബെസിലിയസ് ബാബാ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്ന അത് ഞാൻ കാണുകയുണ്ടായി. സാധാരണ എപ്പോഴും ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന തിരുമേനി കരയുന്നത് വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞങ്ങൾ അടുത്തടുത്ത ബാച്ചിൽ പഠിച്ചിട്ടുള്ളവരാണ്. ആ കാലയളവ് തൊട്ട് എനിക്കറിയാം. വളരെ ഹൃദയസ്പർശമായി വേദനയോടുകൂടി കണ്ണുനീരൊഴുക്കി എന്നോട് അത് പങ്കുവെക്കുമ്പോൾ ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുകയാണ് എന്നെനിക്ക് തോന്നി. ഞാനത് സുമനസ്സായി ഏറ്റെടുത്തു. ഇപ്രകാരമുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുവാനും അവരുടെ പുനരധിവാസവും എൻ്റെ മുമ്പിലൊരു കാഴ്ചപ്പാടായി മാറി. തിരുമേനി എനിക്ക് നാലാഞ്ചിറയിൽ ബെനഡിക്ട് നഗറിലുള്ള ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ കെട്ടിടം, അത് ഒരു വലിയ ഗാർമെൻറ്റ്സ് ഫാക്ടറി ആയിട്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ കെട്ടിടം തന്നു. അതെല്ലാം വൃത്തിയാക്കിയെടുക്കാൻ പറഞ്ഞു. പിന്നീട് ആൾവാസയോഗ്യമാക്കി. ഇവിടെ 2008 നവംബർ 17 തിരുവല്ലയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് ഇവിടെ വന്നു എന്നെ സഹായിക്കുന്നതിന്. ഇവിടെ സ്നേഹവീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എൻ്റെ പേര് സിസ്റ്റർ റോസ്മരിയ. ഞാൻ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സാണ്. ഞങ്ങളുടെ മഠം തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഞങ്ങളാണ് ഈ സ്ഥാപനത്തിന് തുടങ്ങി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 4 വർഷമാകുന്നേ ഉള്ളൂ. ഞങ്ങൾ സേവനം ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു പ്രവൃത്തിയാണ്. ആരുമില്ലാത്തവരെയും സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെയും ചേർത്ത് പിടിക്കുവാനും അവർക്ക് സ്നേഹം കൊടുക്കുവാനുമായി ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവുകളെ അവർക്കായി വിനിയോഗിച്ചുകൊണ്ട് അവരെ കൂടുതൽ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരെ നമുക്ക് ആവശ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലേക്ക്, അത് സ്നേഹ വീട്ടിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടായ്മയിലേക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണ് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പുറത്ത് പോകുമായിരുന്നെങ്കിൽ നമുക്ക് പലതും നേടുവാൻ സാധിക്കുമായിരുന്നു. എങ്കിലും ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടും ഈ ആരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കാനുമുള്ള
കരുതലും താല്പര്യവും കൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് ഇവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. നമസ്കാരം. ഈ മേഖലയിൽ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്നൊരു പ്രക്രിയയുണ്ട്. അതായത് മാനസിക രോഗം ഭേദമായവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ ഞങ്ങളുടെ ആശുപത്രിയും മറ്റനേക സ്ഥാപനങ്ങളും ആയി ചേർന്ന് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ സുഖമായി മാനസിക രോഗം ഭേദമായവരെ പലപ്പോഴും വീട്ടുകാർ നിഷേധിക്കുകയും അവർക്ക് സമൂഹത്തിലേക്ക് തിരിച്ച് മടങ്ങി പോകുവാനായി ഒരു വലിയ വെല്ലുവിളിയാണ് നാം കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മളുടെ തന്നെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഒരു പദ്ധതിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നൊരു വിഭാഗവും ഡോക്ടർമാരും അനുബന്ധമായി കൊണ്ടു നടത്തുന്ന ഒരു പദ്ധതിയാണ് ബാക്ക് ടു ഹോം പ്രോഗ്രാം എന്നുള്ളത്. ഇതിലേക്ക് അവിടുത്തെ സൂപ്രണ്ട്, മറ്റ് മെഡിക്കൽ ഓഫീസർമാർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ, നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എല്ലാവരും ഒരുമയോട് ചേർന്ന് ഒരു രോഗിയെ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുകയോ അവരുടെ വീടുകളിലേക്ക് മടക്കി അയക്കുകയോ ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവായ ഒരു പദ്ധതിയായി ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ 2 ഭവനങ്ങളാണ് ഇപ്പോഴുള്ളത്. ഒന്ന് മാനസിക രോഗികളുടെ പുനരധിവാസത്തിൻ്റെ ഭവനം, മറ്റൊന്ന് ആരും നോക്കാനില്ലാത്ത മാനസിക രോഗികളും അല്ലാതെയുമുള്ള കിടപ്പ് രോഗികൾ. അത് മെഡിക്കൽ കോളേജിൽ നിന്നും സർക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നുമൊക്കെ ആരും കൊണ്ടുപോകാനില്ലാത്ത കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ സംരക്ഷണം, ഹോസ്പൈസ് ഹൗസ്. ഈ 2 സെക്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ സിസ്റ്റർമാരുണ്ട്, എന്നോടൊപ്പം 2 അച്ഛന്മാരുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്, 17-ലധികം സ്റ്റാഫുണ്ട്, നേഴ്സുമാരുണ്ട്, സോഷ്യൽ വർക്കേഴ്സുണ്ട്. അതിനൊക്കെ ഉപരി വളരെ ഔദാര്യത്തോടു കൂടി ഈ സ്ഥാപനത്തെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർ, വളരെ ഔദാര്യത്തോടുകൂടി സർക്കാർ ഡോക്ടർമാർ തന്നെ 4 പേര് സർക്കാർ ഡ്യൂട്ടിയിൽ ഇവിടെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ട്. അതേസമയം തന്നെ പെൻഷനായ ആയുർവേദ ഡോക്ടർമാരുണ്ട്. നമ്മുടെ നാലാഞ്ചിറ ഇടവക അംഗമായ ഡോക്ടർ ബെനഡിക്റ്റ് എപ്പോൾ വിളിച്ചാലും വന്ന് സഹായിക്കുന്നുണ്ട്. ഡോക്ടർ പ്രീമ ആയുർവേദത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് ഇവരെ പരിശോധിക്കുകയും ഇവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകളും, മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റുകളാണെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റുകളാണെങ്കിലും ഔദാര്യപൂർവ്വം അവരുടെ ഫ്രീ ടൈം കണ്ടെത്തി ഇവിടുത്തെ കിടപ്പ് രോഗികളെ വന്ന് നോക്കുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇവരൊക്കെ വളരെ ഔദാര്യപൂർവ്വമാണ്. അവരൊന്നും സമ്പത്ത് വാങ്ങിയല്ല ഈ ഗവൺമെൻറ് ഡോക്ടർമാർ വരുന്നത്, അല്ലെങ്കിൽ പെൻഷനായ ഡോക്ടർമാരൊക്കെ വരുന്നത് ഫ്രീ ഓഫ് ചാർജിലാണ്. അവർ ഡോക്ടർമാരെല്ലാവരും തന്നെ ഇവിടെ വളരെ അവരുടെ ശുശ്രൂഷ ഫ്രീ ആയിട്ട് ചെയ്തു തരികയാണ്. നമസ്കാരം. ഞാൻ സ്നേഹവീട്ടിലെ ഒരു ശുശ്രൂഷകനാണ്. ഞാൻ ഏകദേശം 12 വർഷത്തോളമായി സ്നേഹവീട്ടിലെത്തിയിട്ട്. ആദ്യം എൻ്റെ വൈഫായിരുന്നു ഇവിടെ വന്നത്. ഈ ജോഷുവച്ചൻ ഇവിടെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫ് ശ്രീജയാണ് ആദ്യം ഇവിടെ സ്റ്റാഫായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ എന്നെയും വിളിച്ചു. അപ്പോൾ ഞാനും ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ജോഷുവച്ചൻ നമ്മുടെ മൺമുള സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ചിലെ വികാരിയായിരുന്ന സമയത്താണ് ഈ സ്നേഹയോട് ആരംഭിക്കുന്നത്. ആ സമയത്താണ് അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഈ സ്നേഹയുടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. സ്നേഹയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ താമസക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. അതിന് പുറമെ ഒരു 6 വർഷത്തോളമായി ഒരു പുതിയൊരു തെറാപ്പി, അതായത് ഈ ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്ലോർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ നേരത്തെ കൊറിയോഗ്രാഫറായിരുന്നു. വെസ്റ്റേൺ ഡാൻസാണ് ഞാൻ പഠിച്ചിരുന്നത്. സ്വന്തമായി ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്നേഹവീട്ടിലെ ആൾക്കാരെ ഇതുപോലെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഒരു ഓണസമയത്ത് ഈ കേരളത്തിൻ്റെ തനത് നാടൻ കലകൾ ഞാൻ അവരെ പഠിപ്പിച്ചു. നമ്മളത് ഒരു ഓണത്തിന് സ്റ്റേജിൽ അവതരിപ്പിച്ചു.
അന്ന് ആ പ്രോഗ്രാം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയിൽ, അതായത് ഈ ഫോക്ലോർ തെറാപ്പി, അതിൻ്റെ ഈ താളവും ദ്രുത താളവും അതിൻ്റെ വർണ്ണവും ഈ കടും വർണ്ണങ്ങളും എല്ലാം ഇവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് മൂലം ഇതിനെ ഒരു തെറാപ്പിയാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ഞാനും ജോഷുവച്ചനും ആലോചിച്ചു. ആ രീതിയിൽ പിന്നെ എല്ലാ മാസവും ഞങ്ങളിവിടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ഇത് 2016 തുടങ്ങിയതാണ്. അതിപ്പോഴും നല്ല സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ സ്നേഹ വീട്ടിലെ കലാകാരന്മാർ അധികവും പ്രാക്ടീസ് ചെയ്ത് വരുന്നത് ഫോക്ക് തെറാപ്പി ഡാൻസ് ഐറ്റംസ് ആണ്. ഇതിന് നമ്മൾ കേരളത്തിൻ്റെ തനതായ കലകൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഇവിടുത്തെ ഈ ഒരു കലകളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടാൻ കഴിയുകയും നമ്മുടെ ശരീരത്തിനൊരു വ്യായാമമായി മാറുന്നുണ്ട്. മറിച്ച് ഈ ഒരു കല ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ പലരുടെയും മാനസിക തലങ്ങളിലും നല്ലൊരു ഉണർവും ഉന്മേഷവും കിട്ടുന്നതായി പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ മാത്രം പ്രാക്ടീസ് ചെയ്യുകയല്ല, ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയതിനു ശേഷം പുറത്ത് സ്റ്റേജുകളിൽ പോയി പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ പരിപാടികൾ ക്രിസ്മസിനും അങ്ങനത്തെ ഏതെങ്കിലും ഒക്കേഷണൽ ടൈമിലും അവതരിക്കാറുണ്ട്. ഇവിടുത്തെ മാനസിക ആരോഗ്യ പുനരധിവാസ പദ്ധതി കർമ്മപദം എന്ന പേരിലാണ് നമ്മൾ നടത്തി വരുന്നത്. അത് നമ്മുടെ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ നസീർ, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജോസഫ് മണി, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് ചർച്ച ചെയ്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിൽ 7 സ്റ്റേജ് ലെവലുകളാണ്. അത് 0 ലെവലിൽ ഉള്ള ആളുകളെന്ന് പറയുന്നത് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ ഒക്കുന്നില്ല, എല്ലാം ചെയ്തു കൊടുക്കേണ്ട തലത്തിലുള്ള ആളുകൾ. അതിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ വ്യക്തി ശുചിത്വം, അവർക്ക് സെൽഫ് കെയർ സാധിക്കുന്ന അവസ്ഥ, 2ാം ലെവലിലേക്കുള്ളവർ. 3ാം ലെവലിലേക്ക് വരുമ്പോൾ പങ്കാളിത്ത പ്രവർത്തനങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ സഹായിക്കാൻ കഴിയുന്നത്. ആ അവസ്ഥയിലെത്തി കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് അവരെ നയിക്കും. ഞാനിപ്പം 3.5 വർഷത്തോളം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ നേഴ്സാണ്. പ്രത്യേകിച്ച് നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. ഇവിടെ അലോപ്പതി മരുന്നുകൾ സാധാരണ നമ്മൾ പേരൂക്കട മുളമ്പാറ ഹോസ്പിറ്റലിൽ മാസത്തിൽ 2 പ്രാവശ്യം ഇവരെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം ഒരു 25 പേരെ വീതമാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് പേരെ പ്രോക്സി ആയിട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ളവരെയൊക്കെ എല്ലാ പ്രാവശ്യങ്ങളിലും കൊണ്ടുപോകാറുണ്ട്. അവിടുന്ന് തരുന്ന മരുന്നുകൾ സാധാരണ നമ്മളിവിടെ കൊടുക്കുന്നു. പേരൂക്കടയിൽ നിന്ന് കുറച്ച് മരുന്നുകളൊക്കെ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ നീയാന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലൊരു ഫാർമസി ഉണ്ട്, അവിടുന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് 3 നേരം ഇവർ കൃത്യമായിട്ട് മരുന്ന് പോകുന്നതാണ്. പിന്നെ ഇവരുടെ കിടപ്പ് രോഗികളിൽ കുറേ പേർക്ക് ബെഡ് സോറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരും ഉണ്ട്. കുറേ പേർക്ക് നമ്മൾ എയർബെഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2008 എന്ന വർഷത്തിൽ റവറൻഡ് ജോർജ് ജോഷു അച്ഛനുമായി ഞാൻ പരിചയപ്പെടാൻ ഇടയാവുകയും അദ്ദേഹത്തിൻ്റെ അനേക രോഗികൾ ഞങ്ങളുടെ അവിടെ വന്ന് മരുന്നിനായും കൺസൾട്ടേഷനുമായും ഒക്കെ എത്തുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയമായതും തിരുവനന്തപുരം ദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളതായിട്ടും അറിവിൽപ്പെടുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യവും മറ്റ് അവിടെ ഉണ്ടായിരുന്ന അനേക ഡോക്ടർമാർ, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സിൻ്റെ കൂട്ടായ ഫലമായി അനേകം രോഗികളെ ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞു. അല്ലാത്ത പക്ഷം നിരാലംബരായി അവർ ആശുപത്രിയിൽ തുടരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആശുപത്രിയിലെ ഈ പറഞ്ഞ രോഗികളുടെ എണ്ണം കൂടുകയും അവർക്ക് കിടക്കാനുള്ള സ്ഥലപരിമിതികൾ, മറ്റ് സൗകര്യങ്ങളെല്ലാം പ്രശ്നമായി തീരുകയും ചെയ്യുമായിരുന്നു. 2008 വർഷം 9 രോഗികളുമായി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് ഏതാണ്ട് 107 രോഗികളെ പരിചരിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഇവിടെ റീഹാബിലിറ്റേഷന് ഉപരി പലതരം തെറാപ്പികൾ, അതിലേറ്റവും ആദ്യമായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പെറ്റ് തെറാപ്പി അല്ലെങ്കിൽ അനിമൽ അസിസ്റ്റഡ് തെറാപ്പി എന്നുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം ഹോർട്ടിക്കൾച്ചർ, ചില കൃഷിയൊക്കെ ചെയ്ത് രോഗികളെ അതിലേക്ക് പുനരധിവസിപ്പിക്കുകയും അവരുടെ സേവനം അതിലേക്ക് മാറ്റി രോഗം കുറയുന്നതിലേക്ക് സഹായിക്കുന്ന പ്രക്രിയകളുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ പുനരധിവാസം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, രോഗിയിൽ മിച്ചമുണ്ടായിരിക്കുന്ന റെസിഡുവൽ ഫങ്ഷണൽ കപ്പാസിറ്റി എന്ന് പറയും. രോഗം വന്ന് ഭേദമാകുമ്പോൾ എല്ലാ കഴിവുകളും തിരിച്ചു കിട്ടാറില്ല. ഏതാനും ചില കഴിവുകൾ പരിമിതമായി അവർക്കുണ്ടായിരിക്കും. ആ കഴിവുകളെ ഓപ്റ്റിമൈസ് ചെയ്യുക, പരിപോഷപ്പെടുത്തി അവരെ സമൂഹത്തിലേക്ക് നന്നായി ഒരു സാമൂഹിക ജീവിയായി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. സീറോ ലെവലിൽ നിന്ന് ഒന്നാമത്തെ ലെവലിലേക്കും രണ്ടാമത്തെ ലെവലിലേക്കും മൂന്നാമത്തെ ലെവലിലെത്തുമ്പോൾ ഈ നമ്മുടെ ഈ കെട്ടിടത്തിനകത്ത് പുനരധിവാസ കേന്ദ്രത്തിനകത്ത് തന്നെയുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കുക. ക്ലീനിങ് ഉണ്ട്, മറ്റ് നമ്മുടെ കൃഷിയിടങ്ങളിൽ വിടുന്നു, അടുക്കളയിൽ സഹായിക്കാൻ വിടുന്നു, നമ്മുടെ പക്ഷികളെ നോക്കുന്ന ആനിമൽ അസിസ്റ്റഡ് തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള പെറ്റ്സിനെയൊക്കെ നോക്കാൻ, അല്ലെങ്കിൽ പട്ടി, ആട്, കോഴി, ഇതിനെല്ലാം നോക്കാം. അപ്പോൾ അതൊരു തെറാപ്പിയുടെ ഭാഗമാണ്. ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി എന്നാണ് അതിന് നമ്മൾ വിവക്ഷിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ആ തെറാപ്പി സിസ്റ്റത്തിലേക്ക് എല്ലാം വിടുന്നു. അതുപോലെ തന്നെ ഒക്കുപ്പേഷണൽ തെറാപ്പി, അതിങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഒക്കുപ്പ് ചെയ്യുക. വൊക്കേഷണൽ തെറാപ്പി, ഏതെങ്കിലും ജോലികളൊക്കെ പഠിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള നൈപുണ്യങ്ങളിലേക്കൊക്കെ ഈ മൂന്നാമത്തെ സ്റ്റേജ് തൊട്ട് വിടാൻ തുടങ്ങും. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ തൊഴിൽ നൈപുണ്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ കുടയുണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സോപ്പ് പൊടി സാധനങ്ങളൊക്കെ അത് റെഗുലർ അല്ല, വല്ലപ്പോഴുമേ ഉള്ളൂ. അതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ലോഷൻ, മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇത് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ അതൊക്കെ അവർ തന്നെ നൈപുണ്യം സ്വീകരിക്കുകയാണ്. അതിൻ്റെ വേണമെങ്കിൽ അവർക്ക് പുറത്ത് ചെയ്യാനൊക്കുന്ന രീതിയിലാണ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇതെല്ലാം അവർക്ക് പുറത്തിറങ്ങി ജീവിക്കാനുള്ള മാർഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കുറേയൊക്കെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുകയാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ തലം എന്ന് പറയുന്നത് പുറത്തേക്ക്, സ്ഥാപനത്തിന് പുറത്ത് പോവുക. അതായത് പുറത്തുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്യുക, പുറത്ത് താമസിച്ചുകൊണ്ട് അകത്ത് വന്ന് ജോലി ചെയ്യുക, ആ ഒരവസ്ഥയൊക്കെയാണ്. അപ്പം ഇവിടുന്ന് കടകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിലവിലില്ല. നേരത്തെ നമുക്ക് ഇവിടെയുള്ള കടകളിൽ ജോലിക്ക് വിടുന്ന ആളുകളുണ്ടായിരുന്നു, പുറത്ത് ജോലിക്ക് വിടുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി തന്നെ ചെയ്യുന്നവർ ജോലിക്ക് വിടുന്ന ആളുകൾ, അങ്ങനെ ജോലിക്ക് വിടുന്ന അവസ്ഥയിൽ ഇവിടുന്ന് പോയി വരുന്ന, അപ്പോൾ അവർക്ക് അത്രയുമായി കഴിയും. അടുത്ത 6ാം സ്റ്റേജിലെത്തുമ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. സോഷ്യൽ സെറ്റിങ്സ് വർക്ക് അവരെല്ലാം അവരെ ഏൽപ്പിക്കപ്പെടുകയാണ്. സാമൂഹ്യ ശേഷി അവരിൽ വളർത്തിയെടുക്കുക, അത് ഒരു ബട്ടർഫ്ലൈ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും അവർക്ക് പുറത്തേക്ക് പോകാനൊക്കും, പുറത്ത് ജോലി ചെയ്യാനൊക്കും, പുറത്ത് ജീവിക്കാനൊക്കുന്ന അവസ്ഥ. 7ാമത്തെ സ്റ്റേജ് ഫ്രീ ബേർഡ് സ്റ്റേജാണ്, അവർ പറന്ന് ഉയരാനൊക്കുന്ന അവസ്ഥ. ഇങ്ങനെ 7 ലെവലുകളിലൂടെയാണ് നമ്മുടെ റീഹാബിലിറ്റേഷൻ കൊണ്ടുവരുന്നത്. എൻ്റെ പേര് അഡ്വക്കേറ്റ് രാജൻ TS. ഞാൻ പട്ടം വൃന്ദാവനം ഹൗസിംഗ് കോളനിയാണ് താമസം. ഇതെൻ്റെ ഫ്രണ്ട് ജോജി, KSEBിയിലെ സെക്ഷൻ ഓഫീസറാണ്. ഇത് എൻ്റെ സ്റ്റാഫാണ്. പുള്ളിയുടെ പേര് സജീവാണ്. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ടാണ് ഇവിടെ ചോറ് കൊണ്ട് കൊടുക്കുക. അത് ഞാനിവിടെ വരാനുള്ളൊരു സാഹചര്യം, എൻ്റെ മോള് സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോളിങ്ങനെ പറഞ്ഞു, ഒരു ദിവസം അച്ഛൻ ഇവിടെ ചോറ് കൊണ്ട് കൊടുക്കണം, ഇങ്ങനെ ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് അനുസരിച്ചാണ് അന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. കൊറോണ കാലത്ത് മുമ്പ് വരെ ഞങ്ങൾ പൊതിച്ചോറായിരുന്നു വീട്ടിൽ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഞങ്ങളുടെ വൃന്ദാവന അവസ്ഥയിൽ കുറച്ച് പേരുണ്ട്, ബാക്കി കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ട്, കുറേ ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവിടെ ഫുഡ് കൊണ്ട് മുടക്കം വരാതെ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഇന്ന് തന്നെ എനിക്കൊരു പ്രധാന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലും ഞാൻ കളഞ്ഞ് ഇതിനു വേണ്ടി വന്നു. കാരണം ഇവിടെ വന്ന് ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയത്തുള്ളൊരു സംതൃപ്തി അതൊരു പ്രത്യേകതയാണ്. അതുപോലെ ഇവിടെ ഫുഡ് തരുന്ന ആ ലേഡി, അവർ ഈ ഒരു എന്ത് സമയമുണ്ടെങ്കിലും അവർ ഇത് നമുക്കിവിടെ ഫുഡ് തന്നിട്ടേ അവർ വേറെ എന്തെങ്കിലും ഇതിലേക്ക് പോവുള്ളൂ. ഇനിയായാലും ഈ ഒരു സാധനത്തിന് പുറകോട്ട് നീക്കിയല്ല, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഒരു സാധനം നൽകുന്ന അച്ഛന് ഞാൻ വളരെ നന്ദി പറയപ്പെടുന്നു. ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ പെൻഷനായി. ഞങ്ങളുടെ അരമനയിൽ ബാബാപിതാവിൻ്റെ കൂടെ ഒരു 5 വർഷം ജോലി ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വൈഫിന് ക്യാൻസറായി. ഇപ്പോൾ 10 വർഷമായി. വൈഫ് മരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ആലോചിച്ചു, ഇനിയും ഞാൻ എങ്ങും ജോലിക്ക് പോകുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മനസ്സിൽ തോന്നിയൊരു ആശയമാണ്
സ്നേഹ വീട്ടിൽ പോയി ശുശ്രൂഷ ചെയ്യുക എന്ന ഉദ്ദേശം. അങ്ങനെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ നേരെ ഇങ്ങ് പോര്, അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്താൽ മതി, അച്ഛൻ ഇവിടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ആ ആശയം ഞാൻ എടുത്തുകൊണ്ട് ഞാനിവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരോഗ്യ സാഹചര്യം കൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയും അവർക്ക് ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് ഈ സഹോദരങ്ങളുടെ മുഖം കാണുവാനും അവരുടെ ആ മുഖത്തിൽ കൂടി എനിക്ക് യേശു ക്രിസ്തുവിനെ, ദൈവത്തെ കാണുവാനും ഉള്ള അവസരം ലഭിച്ചു. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, രോഗാവസ്ഥയിലും ജയിലിലും ആഹാരമില്ലാതെയും വസ്ത്രമില്ലാത്തവരെയും പോയി കാണണമെന്ന്. അങ്ങനെ ഈ സഹോദരങ്ങളിലൂടെ എനിക്ക് ദൈവത്തെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ, അതായത് കേരള സർക്കാരിൻ്റെ ഈ കേരളീയം പോലത്തെ പരിപാടികളിലും ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവർക്കും ഇത് ചെയ്യാൻ വലിയ താല്പര്യമാണ്. ഈ അവർക്ക് നല്ല എക്സസൈസും എൻ്റർടൈൻമെൻറ്റും എല്ലാം കൊടുക്കുന്നൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മൾ വിജയകരമായി ചെയ്തു വരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഈ വെസ്റ്റേൺ ഡാൻസും സിനിമാറ്റിക് എല്ലാ ഡാൻസും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് തെറാപ്പി അതും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഗാനമേളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ആൾക്കാർ വളരെ ആക്റ്റീവാണ്. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സ്നേഹവീട് മീഡിയ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൻ്റെ പേര് സ്നേഹവീട് ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇവിടുത്തെ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് വളരെ റീച്ചായിട്ട് പോകുന്നുണ്ട് ആ വീഡിയോസൊക്കെ. പിന്നെ നമ്മൾ ഓരോ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും, ഓരോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കി, ഈ കോമഡി സീരീസ് ആയാലും ഡാൻസ് അങ്ങനത്തെ ഓരോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതും നമ്മളെ ആൾക്കാർ കൊണ്ട് അഭിനയിപ്പിച്ച് അങ്ങനത്തെ വീഡിയോകൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സക്സസ് ആയിട്ട് പോകുന്നു. നമ്മുടെ ആൾക്കാർക്ക് അതൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണ്. കാരണം അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ ഈ പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിൽ അവർക്കും ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് അവരും വളരെ സന്തോഷത്തിലാണ്. അവർ നല്ല ആക്റ്റീവാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും വരും. അഭിനയിക്കാനായാലും ഡാൻസിനായാലും പാട്ടിനായാലും എന്ത് കാര്യത്തിനായാലും അവരെല്ലാം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവർക്ക് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. അപ്പോൾ അതൊക്കെ വളരെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയും ഒത്തിരി ഐഡിയകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും വരുന്ന കാലങ്ങളിലൊക്കെ ഇവരെ കൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. സ്നേഹവീടാണ് എൻ്റെ വീട്. ഇവിടെയുള്ള അംഗങ്ങളെല്ലാം സഹോദരന്മാരെ പോലെ ഒരുമിച്ച് സ്നേഹിച്ചും സന്തോഷിച്ചും കഴിഞ്ഞു പോകുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും സഹകരണവും കൂട്ടായ്മയും ഏകത്വവും ഐക്യവും ഒക്കെയുള്ള ഒരു കുടുംബമാണ്. എന്ത് കിട്ടിയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും സ്നേഹത്തോടെയും സന്തോഷത്തോടും സൗഹൃദത്തോടുമാണ് കഴിഞ്ഞു പോകുന്നത്. സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ട്രെയിനീസ് ഉണ്ട്, കോളേജിൽ നിന്ന് കുട്ടികളുണ്ട്, സെമിനാരിയിൽ നിന്നെല്ലാ ഞായറാഴ്ചയും സെമിനാരിയൻസ് ചെമ്മാശന്മാർ വന്ന് സഹായിക്കുന്നു. അവരുടെ മുടി വെട്ടുന്നു, അവരെ കുളിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിലുമൊക്കെ വന്ന് സഹായിച്ച് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം നമ്മുടെ കോളേജിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട്. ധാരാളം പേരുടെ പൊതുസഹായം കൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഈ ബെനഡിക്ട് നഗറും ഈ ചുറ്റുവട്ടത്തുമുള്ള എല്ലാ കുടുംബങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ വോളണ്ടിയേഴ്സാണ് എന്ന് വേണം പറയാൻ. കാരണം എൻ്റെ ഈ സ്ഥാപനത്തിന് അടച്ചുപൂട്ട് ഇല്ല, 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വോളണ്ടിയേഴ്സാണ് എന്നതാണ് സത്യം. ഇവിടുത്തെ ഒരു മകനോ ഒറ്റപ്പെട്ട് ഇവിടുന്ന് പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ പുറത്ത് സംഭവിച്ചാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുവാൻ തക്കവിധം ഈ ചുറ്റുവട്ടം വളരെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണ്. ഇവിടുത്തെ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പുറത്തിറങ്ങാനും തിരിച്ചു കയറാനും.
വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി മാനസിക രോഗികൾക്ക് താമസിക്കാവുന്ന ഇടമായിട്ടാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പരിപാലിച്ചു പോരുന്നത്.